കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എബ്രഹാമിന്റെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ പ്രതിസന്ധിയിൽ. കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിറക്കിയാൽ മാത്രമേ നടപടികൾ നടത്താൻ അനുവദിക്കൂവെന്നാണ് കുടുംബം പറയുന്നത്. വിഷയം സംബന്ധിച്ച് കളക്ടറേറ്റിൽ നടന്ന 2 ചർച്ചകളും പരാജയപ്പെട്ടതോടെയാണ് തീരുമാനം. ഇന്ന് രാവിലെ മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിക്ക് മുമ്പിലും കളക്ടറേറ്റിന് മുൻപിലും നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. ഇന്നലെ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എബ്രഹാമിന്റെ കുടുംബവുമായി കളക്ടർ നടത്തിയ 2 ചർച്ചയും പരാജയമായിരുന്നു. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക, കുടുംബത്തിലെ ഒരംഗത്തിന് ഗവൺമെന്റ് ജോലി, കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവിറക്കണം തുടങ്ങിയവയായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. ഇതിൽ നഷ്ടപരിഹാരവും ഗവൺമെന്റ് ജോലിയും സർക്കാരിനോട് ശുപാർശ ചെയ്യാമെന്ന് കളക്ടർ ഉറപ്പു നൽകി. എന്നാൽ ഇത് കുടുംബത്തിന് പൂർണ്ണ സമ്മതമായിട്ടില്ല. കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലുന്ന കാര്യത്തിലും ഇതുവരെ തീരുമാനമായിട്ടില്ല. കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടാതെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്താൻ അനുവദിക്കില്ലെന്നാണ് കുടുംബം പറയുന്നത്. ഇനി ഇത്തരമൊരു ദുരന്തമുണ്ടായിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അത് കഴിഞ്ഞിട്ട് മതി ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം. ഈ നഷ്ടപരിഹാര തുക 50 ലക്ഷമാക്കണം. കുടുംബത്തിനൊക്കെ ജോലി കൊടുക്കണം. കൃഷിഭൂമികളിൽ ഗവൺമെന്റ് ചെലവിൽ ഫെൻസിംഗ് കെട്ടണം. ഇതാണ് ആവശ്യം. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ട് മതി ഇതിന്റെ മറവ് ചെയ്യലും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവുമാണ് കുടുംബത്തിന്റെ നിലപാട്. അതേസമയം സർക്കാരിന്റെ കുറ്റകരമായ സമീപനമാണ് പ്രശ്നത്തിന് കാരണമെന്ന് കോഴിക്കോട് NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ MT രമേശ് വ്യക്തമാക്കി. മനുഷ്യജീവന് ദോഷം ചെയ്യുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംസ്ഥാനത്തിന് അനുമതി നൽകിയതായും MT രമേശ് കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാരിന് നേരത്തെ തന്നെ ഈ അവകാശം കൊടുത്തിട്ടുള്ളതാണ്. അത്തരം വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുന്നതിന് മറ്റൊരു നിയമപരമായിട്ടുള്ള തടസ്സവും ഇല്ല എന്ന് യാതൊരു സംശയത്തിനിടയില്ലാത്ത വിധം വനം പരിസ്ഥിതി മന്ത്രാലയം വകുപ്പ് മന്ത്രിയും വ്യക്തമാക്കിയതാണ്. പിന്നെ എന്താണ് സംസ്ഥാന സർക്കാരിന് ബുദ്ധിമുട്ട്? കക്കയം പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ 2 കാട്ടുപോത്ത് ഇറങ്ങിയിരുന്നു. ഇതിനെ വെടിവെച്ചു കൊല്ലണമെന്ന് കാണിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർക്ക് അപേക്ഷയും നൽകി. എന്നാൽ വിഷയത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. അമൃത ന്യൂസ്, കോഴിക്കോട്.